അതിരടി മാസ് സിനിമ അതാണ്. എന്ന് വെച്ചാലാണെങ്കിൽ ടിപ്പിക്കൽ തെലുങ്ക് സിനിമയുടെ ആ ഒരു ഇതിലേക്ക് പോകുന്നുമില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ലാഗടിപ്പിക്കുന്നില്ല, ഒരു പാട്ടുമില്ല, ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും വളരെ കുറച്ചേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. ആ പാട്ടാണെങ്കിൽ വളരെ മനോഹരമായി പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമകളിലെ പോലെ അങ്ങ് നേരെ ന്യൂസിലൻഡിലേക്ക് ഓടുക അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ഓടുക അങ്ങനത്തെ സോങ് ഒന്നുമല്ല. വളരെ മനോഹരമായിട്ട് ഒരു ട്രെയിനിനകത്ത് വെച്ചിട്ടാണ് ഒരു വളരെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ടിപ്പിക്കൽ ഒരു ക്ലീഷ ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിലും വന്നാലും കുഴപ്പമില്ല. നമുക്കൊരു മാസ് രംഗങ്ങളെല്ലാം കണ്ടിരിക്കാം. പിന്നെ വയലൻസിൻ്റെ അതിപ്രസരമുണ്ട് ഈ സിനിമയിൽ. അത് ചിലതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. മാർക്കോ പോലെ ഡിസ്റ്റർബിംഗ് ആവുന്ന കുറച്ചുണ്ട്. പക്ഷേ മാർക്കോയെ കടത്തി വെട്ടിയില്ല. പക്ഷേ ഏകദേശം അത്രത്തോളം വന്നിരിക്കുന്ന മാർക്കോയിലാണെങ്കിൽ വയലൻസ് രംഗങ്ങൾ കുറച്ചേ ഉള്ളൂ. മീൻസ് നമ്പർ ഓഫ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3. ഇത് പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്പർ ഓഫ് സീൻസ് ആണെങ്കിലും കൂടുതലാണ് ഈ സിനിമയിൽ. അങ്ങനെ അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു അതിരടി മാസം അങ്ങനെ നമുക്കൊരു പൈസ വസൂൽ ഒരു സംഭവം അതാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസിൽ എല്ലാത്തിലും അവസാനം ഓരോ ക്യാമിയോ വരുന്നുണ്ട്. ക്യാമിയോ ആണ് പിന്നെ അടുത്ത പടം കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദിവിശേഷിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദിവിശേഷമാണ് ക്യാമിയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ അതിന് അവസാനം അതിനേക്കാളേറെ ഒരു എന്താ പറയുക വേറൊരു നടൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അത് ക്ലൈമാക്സ് പൊളിച്ചടുക്കിയിട്ടുണ്ട് പുള്ളിയുടെ ഒരു ഇൻട്രോ. കാരണം പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ മൾട്ടിലിംഗൽ റാണ്. അതായത് ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളിലും ഒരേപോലെ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഞാൻ സൂപ്പർ. സെക്കൻഡ് ഹാഫ് പക്കാ തിയേറ്റർ സ്റ്റഫാണ്. 10 മിനിറ്റ് ക്ലൈമാക്സ് ഒക്കെ ഒരു രക്ഷയില്ല. ഒരു മോസ്റ്റ് വയലൻ്റ് കോപ്പാണ്. അതായത് ഹിറ്റ് 3 ഹിറ്റ് ഫ്രാഞ്ചൈസി തന്നെ മോസ്റ്റ് വയലൻ്റ് ഫിലിമാണത്. നെക്സ്റ്റ് കുറേ ക്യാമിയോസും സർപ്രൈസസ് ഒക്കെ ഉണ്ട്. എന്തായാലും വെർത്ത് വാച്ചാണ് തിയേറ്ററിൽ. കുഴപ്പമില്ല, നല്ല പടം. നാനി ക്രൈം ബ്രാഞ്ചുള്ള ത്രില്ലിംഗ് പടമാണ്. മറ്റേ രാക്ഷസം പോലെ വേറൊരു രീതിയിലുള്ള ഒരു പടമാണ്. അങ്ങനെ ഒന്നുമില്ല. മാർക്കോയുടെ അത്ര വയലൻസ് ഇല്ല, എന്നാലും ഉണ്ട് ഒരുവിധം. കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് അത്ര പോരായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരു അവസാനം കിട്ടിലാക്കി കളഞ്ഞു. ജ്ഞാനിയുടെ ഫുൾ ഓൺ ഷോ ആണ്. ജ്ഞാനി മാത്രമല്ല, ജ്ഞാനി കൊണ്ടുപോവുക പടം. ലാഗ് ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒന്നും എനിക്ക് അത്ര പേഴ്സണലി വർക്കായില്ല, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ പടം എന്ന നിലയിൽ സെക്കൻഡ് ഹാഫ് ആക്ഷനൊക്കെ കിട്ടില്ല. വയലൻസ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് ഭയങ്കര തോന്നില്ല, വൾഗറായിട്ട് തോന്നില്ല. നമ്മൾ കണ്ടിരിക്കും. അത്യാവശ്യം കൊള്ളാം. ക്ലൈമാക്സ് കൊള്ളാം. ക്യാമിയോ ഉണ്ട്. ഹിറ്റ് 4th കേസിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. അത് സസ്പെൻസ് ആണ്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരുന്നുണ്ട് ലാസ്റ്റ്. ഓക്കെ, ശരി. നല്ല സിനിമയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പടമായിരുന്നു. കൊള്ളാം. കേട്ടില്ല. എടുത്തു പറയാൻ ഞാനിയുടെ പെർഫോമൻസ് തന്നെ പക്ക ഒരു എന്താ പറയണ്ടേ, ഭയങ്കര റഫായിട്ടുള്ള ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ല സിനിമ. സാധാരണ ഇത്രയും രാവിലെ ഒരു 6 മണിക്കൊക്കെ ഉറക്കൊഴിച്ചൊക്കെ എണീച്ച് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതും കൂടെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് ലാഗായിരിക്കും, പതിഞ്ഞ താളത്തിൽ പോകുന്ന സിനിമയായിരിക്കും വിചാരിക്കും. പക്ഷേ ഒരു തവണ പോലും ഉറക്കം വരും അങ്ങനെയൊന്നുമില്ല. ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് അവസാനം വരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പോയി. പിന്നെ അവസാനം കുറച്ച് സർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോറോവർ ഒരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. അങ്ങനെ മുമ്പത്തെ പാർട്സ് ഒന്നും കണ്ടില്ലെങ്കിലും എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പടമാണ്. നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു. മാർക്കോ ലെവൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെലുങ്കിലെ ഒരു മാർക്കോ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. ഒരു പോലീസ് ഓഫീസറിൻ്റെ ആ ഒരു യാത്രയാണ്. അപ്പോൾ അതിൽ കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു. കൊള്ളാം. മാർക്കോ ലെവലൊന്നുമില്ല. ഓക്കെ. ലാഗ് ചെറിയ കുറച്ച് സീൻസ് ലാഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. ഞാനേ കൊള്ളാം.